എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ജാനകിയുടെയും അബിയുടെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിന്റെ അവസാനം നമ്മൾ കണ്ടു. ജാനകി വല്ലാത്ത സങ്കടത്തിലാ, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരു പക്ഷേ അജയ് ഇനിയും തങ്ങളെ വഞ്ചിക്കോ, നിരഞ്ജനയും അജയും കൂടെ ഇനി വീണ്ടും അടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു കാരണവശാലും ഈ കുടുംബത്തിന് നല്ലതായിരിക്കില്ല. ഈ കുടുംബത്തിന് നാശത്തിലേക്ക് കലാശിക്കുള്ളൂ. വിശ്വനാഥൻ തമ്പി ഇപ്പൊ വലിയ കുഴപ്പമില്ലാതെ അടങ്ങിയിരിക്കുകയാണ്. മകളെ ഇങ്ങോട്ട് വിടുന്നോണ്ട് കുഴപ്പമില്ല. പക്ഷേങ്കിൽ നാളെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ സ്വഭാവം അത് നന്നായിട്ട് അറിയാവുന്നതാണ്. എപ്പോഴാ മാറുന്നു പറയാൻ പറ്റില്ല. അതൊക്കെ ഓർത്ത് വല്ലാത്ത വിഷമത്തില്ല. ഈ സമയത്ത് അബി സമാധാനിപ്പിച്ചു. അതെ, ഒന്നും ഉണ്ടാകത്തില്ല. അജയ് എൻ്റെ അനിയനല്ലേ, എനിക്ക് അവനെ അറിയാം. അവനൊന്നും ഇങ്ങനെ ഒന്നും ചെയ്യാനായിട്ട് പോകത്തില്ല. അവൻ ഒരിക്കലും നമ്മളെ വഞ്ചിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമാധാനിപ്പിക്കുന്നുണ്ട് ജാനകിനെ. നീ കിടന്നുറങ്ങാൻ നോക്ക്, വേണ്ടാത്ത കാര്യങ്ങളൊക്കെ മനസ്സ് വിചാരിച്ച് തലമുണ്ടാക്കണ്ട. അതെ, കല്യാണത്തിന് ഇനി ദിവസമില്ല, 1-2 ദിവസമുള്ളൂ. ഹൽദിയാണ്, ആ കാര്യങ്ങളൊക്കെ മറന്നുപോലോ. ഇഷ്ടംപോലെ ജോലികളൊക്കെ ഉള്ളതാ. ഇങ്ങനെ നീ ഉറക്കളച്ചിരിക്കേണ്ടെന്ന് പറയാം. ശരി അഭിയേട്ടാന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കിടക്കുവാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയപ്പം എല്ലാവരും ഓരോ ജോലികൾ ചെയ്യാൻ തുടങ്ങി. വൈകുന്നേരം ഹൽദിയാണ്. അപ്പൊ ഹൽദിക്ക് മുമ്പ് വീടെല്ലാം ഒന്ന് സെറ്റാക്കി വെക്കണമല്ലോ. ഈ സമയത്ത് അമൽ എന്ത് ചെയ്യാണ്, വലിയൊരു ഫോട്ടോ ഉണ്ടായിരുന്നു ഫ്രെയിം ചെയ്ത് വെച്ചേ. അപ്പൊ ആ ഫോട്ടോ എടുത്തോണ്ട് നേരെ മുകളിലേക്ക് പോവാണ്. അത് എവിടെ ഹാങ് ചെയ്യണമെന്നുള്ളൊരു തീരുമാനത്തിൽ എത്തിയിരുന്നില്ല. ഈ സമയത്ത് ജാനകി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നീ അങ്ങോട്ട് കയറി വരുന്നതിൻ്റെ അവിടെ തന്നെ വെക്ക്. അവിടെ വെക്കുവാണെങ്കിൽ വരുമ്പോൾ തന്നെ കാണാമല്ലോ, നല്ല ഭംഗിയില്ല എല്ലാവരും കൂടെ കൂടിയിരിക്കണേന്ന് പറയാം. അത് ശരിയാന്ന് പറയാം. അങ്ങനെ ആ ഫോട്ടോ ഒക്കെ എടുത്തോണ്ട് അങ്ങോട്ട് സ്റ്റെയർ കയറി പോകാൻ തുടങ്ങുമ്പോഴത്തേനുമാണ് അപർണയുടെ വരവ്. അപർണ വന്ന് ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ടായിരുന്നു, അതും അജയനെയും കൂടെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട്. അന്ന് ശാന്തി വന്ന് പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ക്ഷേത്രത്തിൽ പോയി കുറച്ച് വഴിപാടുകളൊക്കെ നടത്തണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് അജയനെയും കൂടെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ടായിരുന്നു വരവങ്ങോട്ട്. അങ്ങനെ അപർണ വന്ന് അകത്തേക്ക് കയറി വരിക. ഈ സമയത്ത് ഹാളിൽ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മുടെ അമല് ഈ ഫോട്ടോയും തൂക്കിക്കൊണ്ട് അങ്ങ് പോകുന്നുണ്ട്. പെട്ടെന്ന് അപർണ ഇങ്ങോട്ട് കയറി വരുന്ന ഒരു കാഴ്ച കണ്ടതും അമൽ എന്ത് ചെയ്യുവാണ്, അപർണനെ നോക്കാതെ ഇങ്ങ് തിരിഞ്ഞും അമലിന്റെ കാല് പെട്ടെന്ന് സ്ലിപ്പായിപ്പോയി. അമൽ ആ ഫോട്ടോയും കൊണ്ട് താഴേക്ക് വീഴുവാണ്. വീഴുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യുക, ആ ഫോട്ടോ താഴേക്ക് വീണ് ചില്ലെല്ലാം കൂടെ അങ്ങോട്ട് പൊട്ടിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അവസ്ഥയായിപ്പോയി അമലിന്. ഇത് കേട്ടപ്പോൾ കണ്ടപ്പോൾ തന്നെ അപർണ പറഞ്ഞു, അയ്യോ കുടുംബം ചിന്ന ഭിന്നം ആയല്ലോ എന്ന് പറയാ. പെട്ടെന്ന് എല്ലാവരും ഒരു നിമിഷത്തേക്ക് ഞെട്ടിപ്പോയി. കാരണം ആർക്കും അതങ്ങ് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അതൊരു ഫോട്ടോ അല്ല, എല്ലാവരുടെയും ജീവനാണ് അതിനകത്തിരിക്കുന്നത്. അവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത് കേട്ടപ്പത്തിന് പെട്ടെന്ന് അഭി പറഞ്ഞു, അത് വെറും ഒരു ഫോട്ടോ മാത്രമല്ലേ, അതിനകത്തൊരു കഥയില്ല. ഇതിപ്പം നമ്മളെല്ലാവരും ഇവിടെ ജീവനോടെ ഉണ്ടല്ലോ, പിന്നെ ഒരു ഫോട്ടോ നിലത്തി ആടി പൊട്ടിന്ന് ഓർത്തോണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറയാം. ഇവിടെ ആർക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറയാം. അഭി അത് പറഞ്ഞു കേട്ടപ്പോഴാണ് എല്ലാവർക്കും ഒരു സന്തോഷമായത്. പക്ഷെ അപർണയുടെ ഉള്ളിലെ ഉദ്ദേശം മറ്റൊന്നായിരുന്നു. കാരണം താൻ ഈ വീട്ടിലേക്ക് വലതുകാലം വെച്ച് കയറിയപ്പോൾ തന്നെ ആ ഫോട്ടോ താഴെ വീണ് ചിഹ്നം ഭിന്നമായി. ഇനി ഇങ്ങനെയായിരിക്കും ഈ കുടുംബത്തിന്റെ അവസ്ഥ. ആദ്യം അഭിയും ജാനകിയും, പിന്നീട് ഓരോരുത്തരെയായിട്ട് താനിവിടെ നകറ്റും. ഈ കുടുംബം താൻ കുട്ടിച്ചോറാക്കും. അതിനു വേണ്ടിയിട്ടാണ് ഈ അപർണയുടെ ഇങ്ങോട്ടുള്ള വരവ്. അപർണ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അജയ്ക്കും വല്ലാത്ത സങ്കടമൊക്കെ ഉണ്ടാകുന്നുണ്ട്. ജാനകി അബിയൊക്കെ അത് പെട്ടെന്ന് തന്നെ ആ പ്രശ്നത്തെ അങ്ങോട്ട് സോൾവ് ആക്കുവാണ്. ഈ സമയം അമൃത ചോദിച്ചു, അല്ല അപർണ എന്താ രാവിലെ തന്നെ? അത് ഞാൻ അജയനും കൂടി ക്ഷേത്രത്തിലേക്ക് ഒന്ന് പോകാന്ന് കരുതി വന്ന, അപ്പൊ അജയനെ വിളിക്കാൻ വേണ്ടി വന്നാന്ന് പറയും. ഇത് കേട്ടപ്പോ ജാനകി പറഞ്ഞു, ആഹാ നല്ല കാര്യമുള്ളോ അജയ്, നീ പെട്ടെന്ന് റെഡിയായിട്ട് അപർണയോടെ പോകാൻ നോക്കാൻ പറയാണ്. അജയ്ക്ക് വല്ലാത്തൊരു സങ്കടം വിഷമമായിരുന്നു. പോകണോ വേണ്ടതെന്നൊരു കൺഫ്യൂഷൻ. നീ എന്താ അജയ് ഇങ്ങനെ നിൽക്കുന്നേ, പെട്ടെന്ന് പോയി റെഡിയാവാൻ പറയാണ്. അങ്ങനെ അജയ് അകത്തേക്ക് പോവാ. അജയ് അകത്ത് പോയി റെഡിയായിട്ട് വരികയാണ്. അങ്ങനെ അപർണ അജയും കൂടെ ക്ഷേത്രത്തിലേക്ക് പോവാ. ഈ സമയത്ത് ജാനകിക്ക് ടെൻഷനുണ്ട്. ആ ഫോട്ടോ താഴെ വീണ് പൊട്ടിയത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കുമോ, ഇനി അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അങ്ങനെ ഉണ്ടാകാൻ വഴിയില്ല. എന്നാലും ജാനകിയുടെ മനസ്സിലൊരു കരട് വീണു. ഇനിയിപ്പോൾ എന്തെങ്കിലും ദോഷമുണ്ടോ ഒന്നും അറിയില്ലല്ലോ. ഈ സമയം അപർണയും കൂട്ടി അജയ് ക്ഷേത്രത്തിലേക്ക് പോവാ. അപ്പം അപർണ ബാധവരാതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എന്തോ അജയ്ക്കൊന്നും സംസാരിക്കാൻ പോലും തോന്നിയില്ല. അജയുടെ മനസ്സ് നിറയെ നിരഞ്ജനയായിരുന്നു. കല്യാണത്തിന് ഇനി ദിവസമില്ല. ഈ കല്യാണത്തിന് മുമ്പ് അവൾ എന്തൊക്കെ കാണിച്ചു കൂട്ടെന്ന് അറിയത്തില്ല. അവൾ ഒരു ഉറച്ച തീരുമാനം എടുത്തിട്ടുണ്ട്. കല്യാണത്തിന് മുഹൂർത്തത്തിന് മുമ്പ് വരെ തനിക്ക് സമയം തന്നിട്ടുണ്ട്. പക്ഷേങ്കിൽ താൻ ഇവളുടെ കഴുത്തിൽ ഇങ്ങനെ താലി ആർത്തിയിട്ടുണ്ടെങ്കിൽ അവൾ എന്താ കാണിച്ചു കൂട്ടെന്ന് അറിയത്തില്ല. അതൊക്കെ ഓർത്തപ്പോൾ ഉള്ള സമാധാനം കൂടെ പോയി. പിന്നീട് രണ്ടുപേരും കൂടെ ക്ഷേത്രത്തിലേക്ക് പോവാ. അങ്ങനെ ക്ഷേത്രത്തിൽ പോയിന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ സമയത്താണ് അങ്ങോട്ട് നിരഞ്ജന വരുന്നത്. നിരഞ്ജന ക്ഷേത്രം താഴെ വന്നപ്പോൾ തന്നെ കണ്ടു അജയുടെ വണ്ടി കിടക്കുന്നത്. ഇത് കണ്ടതും നിരഞ്ജനയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, അജയ് ക്ഷേത്രത്തിനകത്തുണ്ട്. അജയനെ കാണാൻ കിട്ടുന്ന ഒരു അവസരമല്ലേ, അത് പാഴായി കൂടലോ. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും കാണുന്ന കാഴ്ച ശ്രീകോവിലിന്റെ മുന്നേ നിന്ന് പ്രാർത്ഥിക്കുന്ന
അജയനെയും അപർണനെയും രണ്ടുപേരും കണ്ണടച്ചെന്ന് പ്രാർത്ഥിക്കുകയാണ്. നിരഞ്ജന വന്ന അജയ് അറിഞ്ഞും കൂടി ഇല്ല. നിരഞ്ജന എന്തിയാണ് പെട്ടെന്ന് തന്നെ അജയുടെ അടുത്തേക്ക് വന്ന് നിൽക്കുകയാണ്. അജയുടെ മുട്ടി ചേർന്ന് നിന്നു. അപ്പൊ അജയ് നടക്കും അപ്പുറം ഇപ്പറേ അപർണ നിരഞ്ജനയായിട്ട് നിൽക്കുകയാണ്. നിരഞ്ജനയുടെ മനസ്സിലെ പ്രാർത്ഥന, ദൈവമേ ഒരു കാരണവശാലും ഈ വിവാഹം നടക്കരുത്. എന്റെ അജയനെ എനിക്ക് സ്വന്തമായിട്ട് വേണം. അത് എന്ത് വേണം ഞാൻ ചെയ്യാം. എന്ത് നേർച്ച വഴിപാടുകൾ വേണം നടത്താം. ഒരിക്കലും അപർണ അജയ് ഒന്നാവില്ലെന്നായിരുന്നു പ്രാർത്ഥന. ഈ സമയം അജയ് പ്രാർത്ഥിച്ച് കണ്ണു തുറന്ന് നോക്കിക്കഴിയുമ്പോഴത്തേനും തൊട്ടടുത്ത് നിരഞ്ജന നിൽക്കുന്ന കണ്ടു. നിരഞ്ജനെ കണ്ടതും അജയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത അവസ്ഥയായിപ്പോയി. പെട്ടെന്ന് അജയ്ക്ക് അവിടുന്ന് ഇറങ്ങി ഓടാൻ തന്നെയാണ് തോന്നിയത്. ഈ സമയം അജയ് എന്ത് ചെയ്യണം, പെട്ടെന്ന് അപർണയുടെ കൈയും പിടിച്ചോണ്ട് അങ്ങോട്ട് മാറിപ്പോവാണ്. എന്താ അജയ് എന്ന് ചോദിക്കുക. അതെ, നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോകാന്ന് പറയാണ്. അങ്ങനെ പ്രാർത്ഥിച്ച് കണ്ണു തുറന്ന് നോക്കിയപ്പോ നിരഞ്ജന അജയനെ കണ്ടില്ല. ഇതെവിടെ പോയി? അപ്പോഴാണ് ആ കാഴ്ച കാണുന്നത്. അപർണയുടെ കൈയും പിടിച്ചോണ്ട് പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ നോക്കുന്ന അജയനെ. ഓഹോ, അപ്പൊ തന്നെ അജയ് കണ്ടിട്ടാണ് അജയുടെ പെട്ടെന്ന് ഒളിച്ചോട്ടം. ഇതങ്ങനെ വിട്ടിട്ട് കാര്യമില്ല. പെട്ടെന്ന് തന്നെ നിരഞ്ജന അങ്ങോട്ട് വരിക. നിരഞ്ജന വന്നിട്ട് അജയ് വിളിക്കുവാണ്. ഈ വിളി കേട്ടതും അജയ്ക്ക് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അജയ് പെട്ടെന്ന് തിരിഞ്ഞു വന്നു. അപ്പൊ അപർണ ചോദിച്ചു, ഇതാരാ അജയ് എന്ന് ചോദിക്കണം. അല്ലാതെ പിന്നെ അല്ല അജയ് എന്നെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലേന്ന് ചോദിക്കുക. അജയ്ക്ക് എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ല. അപർണ ചോദിച്ചു, അല്ലേ ഒന്നും പറഞ്ഞിട്ടില്ല, ആരാന്ന് ചോദിക്കുക. അതെ പറഞ്ഞു കൊടുക്ക അജയ്, ഞാൻ ആരാന്ന്. അജയ് നിന്നും കൂടെ വേർക്കാൻ തുടങ്ങി. പെട്ടെന്ന് അജയ് പറഞ്ഞു, അതെ ഇത് ഉണ്ണിത്താൻ സാറിന്റെ മോളാ. ഞാൻ പറഞ്ഞിട്ടില്ലേ എന്റെ സീനിയർ വക്കീല് സാറിന്റെ കീഴിലാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത്. ഓ ഇപ്പം മനസ്സിലായെന്ന് പറയണം. പിന്നീട് പറഞ്ഞു, അല്ല നിരഞ്ജനയുടെ കല്യാണം വിളിച്ചിട്ടില്ലേ, കല്യാണത്തിന് വരില്ലേന്ന് ചോദിക്കുക. ഇത് കേട്ട നിരഞ്ജന പറഞ്ഞു, കല്യാണം വിളിച്ചിട്ടുണ്ട്, ഞാൻ ഉറപ്പായിട്ടും കല്യാണത്തിന് വരും, എനിക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ, അജയുടെ കല്യാണം അല്ലേന്ന് ചോദിക്കുക. അത് ദയാർത്ഥം വെച്ചാൽ പറഞ്ഞെന്നുള്ള കാര്യം അപർണയ്ക്ക് മനസ്സിലായില്ല. പക്ഷെ അജയ്ക്ക് അത് കൊണ്ടു. അജയ്ക്ക് വല്ലാത്ത പെപ്രോളായി. അജയ് പറഞ്ഞു, നമുക്കെന്നാ പോയാലോ അപർണ എന്ന് ചോദിക്കണം. എന്താ അജയ് ധൃതി, നമുക്ക് ഇച്ചിരി സമയം കൂടെ പ്രാർത്ഥിച്ചിട്ട് പോയാൽ പോരെ, 1-2 വഴിപാടുകൾ കഴിക്കാണ്ട്. അതെ എനിക്ക് പോയിട്ട് ഇച്ചിരി തിരക്കുണ്ട്, അതുകൊണ്ടാ നീ ഇങ്ങോട്ട് വരാൻ പറയാണ്. അങ്ങനെ അപർണയും കൂട്ടിക്കൊണ്ട് പെട്ടെന്ന് പോവാ. ഈ സമയത്ത് നിരഞ്ജന മനസ്സിൽ പറഞ്ഞു, ഓടിക്കോ, എത്ര വരെ ഓടാൻ പറ്റും, അധികം ദൂരമൊന്നും ഓടാൻ പറ്റില്ല. പിന്നീട് ഇവര് പോകുന്നത് നോക്കി നിരഞ്ജന അവിടെ നോക്കുക. രണ്ടുപേരും കൂടെ കാറിൽ കയറി പോകുന്ന കാഴ്ച കണ്ടു. താൻ എത്രമാത്രം ആഗ്രഹിച്ച ഇങ്ങനെ അജയോടൊപ്പം ക്ഷേത്രത്തിൽ വരണമെന്നും ഒരുമിച്ച് പോകണമെന്നൊക്കെ. ഇപ്പൊ കണ്ടില്ല അവളോടൊപ്പം പോകുന്നേ. എന്നാലും അജയ് എങ്ങനെ നിനക്ക് ഇങ്ങനെ മാറാൻ സാധിക്കുന്നു? എന്നാലും നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല. ഈ നിരഞ്ജന വരും, ഒരു കാരണവശാലും നീ അവളും തമ്മിൽ ഒന്നിക്കത്തില്ല, അതെനിക്ക് നല്ല ഉറപ്പുള്ള കാര്യമാണ്. അതിന് എന്ത് ചെയ്യണമെങ്കിലും അത് ഞാൻ ചെയ്തിരിക്കുമെന്ന് നിരഞ്ജന മനസ്സിൽ പറയാം. നിരഞ്ജനയ്ക്ക് സഹിക്കാവുന്നതിൽ അപ്പുറം വരുന്നത്. ഈ സമയം അപർണനെയും കൊണ്ട് പോയ അജയുടെ ചങ്കാണ കിടന്ന് പടപട ഇടിച്ചുകൊണ്ടിരിക്കുക. ദൈവമേ, അവൾ എന്ത് ഭാവിച്ചാന്ന് അറിയത്തില്ല. ഇന്ന് അവൾ ക്ഷേത്രത്തിൽ വെച്ച് ഇങ്ങനെ പറഞ്ഞു, നാളെ ഒരു പക്ഷേ തന്റെ കല്യാണം നടക്കുന്ന സമയത്ത് മണ്ഡപത്തിലേക്ക് കയറി വരുവാള്. അവൾ ചിലപ്പോൾ എന്തൊക്കെ വിളിച്ചു പറയണമെന്ന് അറിയത്തില്ല. അതൊക്കെ ഓർത്ത് അജയുടെ ഉള്ള മനസമാധാനം പോയി. ഈ സമയത്ത് അപർണ അജയനെ ശ്രദ്ധിച്ചു. അപർണ ചോദിച്ചു, എന്താ അജയ് നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുക. ഒന്നുമില്ല, ഇന്ന് നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്, ക്ഷേത്രത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ, പെട്ടെന്ന് എന്ത് പറ്റിയെന്ന് ചോദിക്കുക. ഒന്നുമില്ല, ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ ഓർത്ത് പ്രാർത്ഥിച്ചിങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത്. ഓ അതാണോ, അതൊന്നും ഇനി ഓർക്കണ്ട കേട്ടോ, ഇനി കല്യാണത്തിന് ദിവസം ഇല്ല എന്നുള്ള അറിയാലോ. അത് കഴിഞ്ഞാൽ പിന്നെ അജയ് എൻ്റെ സ്വന്തമാണ്. ഞാൻ എത്രമാത്രം ആഗ്രഹിച്ചെന്നറിയാവോ, ഇങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുമായിരുന്നു. ഒരു പക്ഷേങ്കിൽ 7 ദിവസത്തിനുള്ള കല്യാണം നടക്കുന്നല്ല ജോസിൽ പറഞ്ഞേ. അത് കഴിഞ്ഞാൽ പിന്നെ 37 വയസ്സ് കഴിഞ്ഞാൽ എനിക്ക് വിവാഹമുള്ളെന്നാ പറഞ്ഞേ. ഒരു പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച അജയനെ എത്രയും പെട്ടെന്ന് എന്നെ സ്വന്തമാക്കണം എന്നായിരുന്നു. ആ പ്രാർത്ഥന എന്നെ ദൈവം കേട്ടെ. അതാണ് എനിക്ക് അജയനെ പെട്ടെന്ന് തന്നെ കിട്ടിയെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ എന്തും മറുപടി പറയണമെന്ന് അറിയില്ലാതെ അജയ് നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.